ഗുഡ് മോർണിംഗ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും ഈ പുതിയ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. പ്രിയ സ്നേഹിതരെ, ഇന്നലെ നാം കേട്ട വചനം അത് വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യമായിരുന്നു. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുകയും. അതിൻ്റെ ബാക്കിയുള്ള വചനങ്ങൾ നിങ്ങൾ പഠിക്കണം. ആ വചനം ഒന്നുകൂടെ വായിക്കുക, ഓർക്കുക. ഇന്ന് നാം പഠിക്കുന്നത് വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 17-ാം വാക്യമാണ്. The letter of Saint Paul to the Romans, chapter 10, verse 17, which says, so faith comes from what is heard. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്ന്, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. So faith comes from what is heard, and what is heard comes through the word of Christ. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അപ്പം നമുക്ക് വിശ്വാസം വരണമെങ്കിൽ ഇത് കേൾക്കണം. കാത് തുറന്ന് കേൾക്കണം. ദൈവവചനം കേൾക്കണം. നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ അത് നിങ്ങൾ കേൾക്കുകയാണ്. ഞാനീ പ്രസംഗിക്കുമ്പോൾ, ഞാനിത് വാക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാനിത് കേൾക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ആ വിശ്വാസം കടന്നു വരുന്നു, നിങ്ങളുടെ ഉള്ളിലേക്കും ആ വിശ്വാസം കടന്നു വരുന്നു. ഈ വിശ്വാസത്തിൽ നാം വളരണം. ഇന്ന് ഓഗസ്റ്റ് 15 പരിശുദ്ധ അമ്മയുടെ, പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാളാണ്. ഈ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും ദൈവം പറഞ്ഞത്, മാലാഹയോട് പറഞ്ഞത് അതുപോലെ വിശ്വസിച്ച ഭാഗ്യവതിയായ അമ്മയുടെ മനോഹരമായ ഈ സ്വർഗാരോപണ തിരുനാൾ, ഈ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേരുന്നതോടൊപ്പം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനമാണ്. ഈ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു. വിശ്വാസം കൈമുതലായി സൂക്ഷിക്കാൻ, ക്രിസ്തുവിനെ പറ്റി കേട്ട് വചനത്തിൽ ആശ്രയിച്ച്, വചനത്തിൽ വിശ്വസിച്ച്, ദൈവത്തിൽ വിശ്വസിച്ച്, ക്രിസ്തുവിനോട് ചേർന്ന് ഈ ദിവസം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കാം. ക്രിസ്തുവിനെ പറ്റി കേൾക്കണം, വചനം വായിക്കണം. അതൊരു അനുഗ്രഹമായി മാറും.